കോഴിക്കോട് ഉള്ളിയേരിയിൽ സ്വകാര്യ ക്ലിനിക് ജീവനക്കാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയാൽ പിടിയിൽ. പരപ്പനങ്ങാടി സ്വദേശി മുഹമ്മദ് ജാസിമിനെയാണ് അത്തോളി പോലീസ് പിടികൂടിയത്. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, പ്രതിപിടിയിലായിട്ടുണ്ട്. ഇയാൾ ഒരു ആസൂത്രിതമായ ഒരു അറ്റാക്കാണ് നടത്തിയതെന്നാണോ പോലീസ് പറയുന്നത്? നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകുന്നുണ്ട്. ഈ വളരെ ക്രൂരമായ ഒരു പീഡനശ്രമമാണ് ഉണ്ടായിട്ടുള്ളത് ഈ ജീവനക്കാരിക്ക് നേരെ. ഇയാൾ ആദ്യഘട്ടത്തിൽ ഈ ലാബിലെത്തുകയും പിന്നീട് പരിസരം വീക്ഷിക്കുകയും ആരുമില്ലെന്ന് കണ്ടതിനെ തുടർന്ന് ലാബിലേക്ക് കടന്ന് പിന്നീട് ഈ ജീവനക്കാരിക്ക് നേരെ അതിക്രമം നടത്തുകയായിരുന്നു. ജീവനക്കാരി കുതറി മാറാൻ ശ്രമിച്ചെങ്കിലും ബലം പ്രയോഗിച്ചാണ് ഇവർക്ക് നേരെ ഈ ലൈംഗികോപദ്രവം ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ പരപ്പനങ്ങാടി സ്വദേശി മുഹമ്മദ് ജാസിം എന്ന് പറയുന്ന 30 വയസ്സുകാരാണ് പ്രതി. ഈ പ്രതിയെ കോഴിക്കോട് ടൗണിൽ വെച്ചാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഇയാൾ ആദ്യം 6:30 ഇന്നലെ രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 6:30 ഈ സ്വകാര്യ ലാബിലെത്തുകയും പിന്നീട് ഈ ഉപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ നിന്നും രക്ഷപ്പെട്ട ഇയാൾ ഉള്ളിയേരി ടൗണിലെത്തിയ ശേഷമാണ് വസ്ത്രങ്ങൾ അഴിച്ചുവെച്ച് പിന്നീട് അവിടെ നിന്നും കടന്നു കളഞ്ഞത്. ഈ വസ്ത്രങ്ങളിൽ നിന്നും ലഭിച്ച ഒരു ഫോൺ നമ്പർ ഉപയോഗിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ പിന്നീട് കോഴിക്കോട് ടൗണിൽ വെച്ച് പിടികൂടുന്നത്. ഏതായാലും ഇതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അതിക്രൂരമായ ലൈംഗികോപദ്രവമാണ് ഈ ജീവനക്കാർക്ക് നേരെ നടത്തിയിരിക്കുന്നത്. ഉള്ളിയേരി പേരാമ്പ്ര റോഡിലുള്ള ഒരു സ്വകാര്യ ലാബാണിത്. ആ ലാബിനുള്ളിലെ ജീവനക്കാർക്ക് നേരെയാണ് അതിക്രൂരമായ പീഡനം ഇയാളുടെ ഭാഗത്തുനിന്നും ഈ പീഡനശ്രമം ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്.